തുടർന്നോളൂ. വലിയ പ്രതിസന്ധി രാഷ്ട്രീയപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, സതീഷിന് അടക്കമുള്ളവർ നേരിടുന്നതാണ്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം ഒരുപക്ഷെ ഇത് ബാധിക്കുമോ എന്ന ആശങ്കയും പാർട്ടി നേതൃത്വത്തിനുണ്ടാകുമല്ലോ. ഈ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പും ഇങ്ങ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ നേരിടുന്നത് പോലത്തെ ഒരു ആരോപണവുമായി അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് ഒരു വിധത്തിലും ഗുണം ചെയ്യില്ല, തിരിച്ചടിയാകുമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാണുന്നത്. ഇന്നലെ റിനിയുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷവും രാഹുലിനെതിരെ പരാതിയില്ല, രാഹുലിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല തുടങ്ങിയ പ്രതിരോധങ്ങളാണ് സൃഷ്ടിച്ചിരുന്നതെങ്കിൽ അതെല്ലാം ഇന്ന് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് രാവിലെ മുതൽ കാണുന്നത്. രാവിലെ രാഹുലിൻ്റെ പേരെടുത്ത് തന്നെയുള്ള വിമർശനങ്ങൾ വരുന്നു, ആരോപണങ്ങൾ വരുന്നു, അതോടൊപ്പം തന്നെ വെളിപ്പെടുത്തലുകൾ വരുന്നു, ചില സ്ക്രീൻഷോട്ടുകൾ വരുന്നു, ഓഡിയോ സന്ദേശം പുറത്തു വരുന്നു. അങ്ങനെ എല്ലാവിധത്തിലും രാഹുൽ പ്രതിസന്ധിയിലേക്ക് മാറുകയാണ്. വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ട് രാഹുലിന് ഒരു വിധത്തിലും സംരക്ഷിക്കാനില്ല എന്ന് വ്യക്തമാക്കുക കൂടി ചെയ്തു. അതോടൊപ്പം തന്നെ അതിനോടൊപ്പം വന്ന മറ്റൊരു പ്രതികരണം എന്ന് പറയുന്നത് ഈ രമേശ് ചെന്നിത്തലയുടെ ഒരു ഇടപെടലായിരുന്നു. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ നേരിട്ട് തന്നെ വിവരം അറിയിച്ചു, രാഹുലുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, അടിയന്തരമായി നടപടി ഉണ്ടാകണം എന്നുള്ളതായിരുന്നു രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ രാജി വേണം എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ ഒന്നാകെ എത്തിച്ചേരുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ വാർത്താസമ്മേളനം നടത്തി 1:30 യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഞാൻ രാജിവെക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. നിലവിൽ എന്തായാലും ആരും രാജി തന്നോട് ചോദിച്ചിട്ടില്ല എന്ന് രാഹുൽ പറയുമ്പോഴും സംസ്ഥാന നേതൃത്വം പ്രതിസന്ധിയിലായ വിഷയത്തിൽ നേതൃത്വത്തിൻ്റെ ഇടപെടലോട് കൂടി തന്നെയാണ് രാജി എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇനി എന്തായാലും ഇനി ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് രാഹുൽ MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്നുള്ളതാണ്. പക്ഷേ നിലവിൽ എന്തായാലും ആ വിഷയം പരിഗണിക്കേണ്ടതില്ല, അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും ദേശീയ നേതൃത്വത്തിൻ്റെയും തീരുമാനം. അതിന് കാരണമായി പറയുന്നത് ചില കീഴ്വഴക്കങ്ങളാണ്. നേരത്തെ M. വിൻസെൻ്റ് MLAക്കെതിരെയും എൽദോസ് കുന്നപ്പള്ളി MLAക്കെതിരെയും സമാനമായി തന്നെയുള്ള ആരോപണം ഉയർന്ന സമയത്ത് രാജിവെച്ചിരുന്നില്ല. ഇനിയിപ്പോൾ മറുപക്ഷത്തെ കാര്യം നോക്കുകയാണെങ്കിൽ മുകേഷ് അടക്കമുള്ള ആളുകൾ, AK ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആരോപണം നേരിടുന്നുണ്ട്. അവരും രാജിവെച്ചില്ല. അതിനാൽ രാജി വേണ്ടതില്ല, MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല. അത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പദവിയാണ്. അതിനാൽ അത് ആ വിഷയത്തിൽ പാർട്ടി തീരുമാനം എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത്. നിലവിൽ എന്തായാലും രാജിയോടുകൂടി ഒരു പരിധിവരെ പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലിലാണ് നേതൃത്വമുള്ളത്. പക്ഷേ നേരത്തെ ദിവീഷ് പറഞ്ഞതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഇനിയിപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള പ്രതികരണം നടത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. കാരണം രാജിവെച്ചതോടുകൂടി ആ ഒരു വിഷയത്തിൻ്റെ ഒരു തീവ്രത, രാഹുലിനെതിരെയുള്ള ആക്രമണത്തിൻ്റെ തീവ്രത അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറുപടി പറയേണ്ടി വരിക പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരാണ്. പ്രതിപക്ഷ നേതാവിന് മുന്നിലേക്ക് ഈ പരാതി നേരത്തെ എത്തിയിരുന്നുവെന്നും തൻ്റെ മകളുടെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്, അങ്ങനെ കണ്ടുകൊണ്ട് തന്നെ താൻ ആ പരാതിയിൽ ഇടപെട്ടിരുന്നു എന്നും വി ഡി സതീശൻ പറയുന്നുണ്ട്. പക്ഷേ ഏത് തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയത് എന്നുള്ള കാര്യത്തിലൊന്നും അദ്ദേഹം ഇന്ന് വ്യക്തത നൽകാൻ തയ്യാറാണ്. അതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ, ഒരു പിതാവ് എന്ന നിലയിൽ ഇടപെടൽ നടത്തിയതാണ്. അപ്പോൾ ആ ഇടപെടൽ വന്ന അല്ലെങ്കിൽ ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരു പിഴവിനെ മറ്റൊരാൾ അതിന് ഒരു പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ അത് അനുഭവിക്കേണ്ടി വന്നയാൾ അതിൽ ഓക്കെ ആണെങ്കിൽ അത് അവസാനിക്കുന്നതാണ്. പക്ഷേ അത് ഓക്കെ അല്ല എന്നതാണ് ഇന്നലത്തെ റിനിയുടെ ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നതിലൂടെ തെളിഞ്ഞത്. അപ്പോൾ അവർ അന്നേ തന്നെ അതിൽ തൃപ്തിയല്ല എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷവും രാഹുൽ മാങ്കൂട്ടത്തിന് അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ള, അവർ പേര് പറയുന്നില്ല എങ്കിൽ പോലും ലഭിച്ചിട്ടുള്ള ഈ സ്ഥാനലബ്ധി അതൊക്കെ പാർട്ടിയുടെ പിന്തുണയോടുകൂടി നടക്കുന്നു. അതൊക്കെ ആയിരിക്കാം അവരെ ഒരുപക്ഷെ ഇതിനെ പ്രകോപിപ്പിച്ചത്, ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇടപെട്ടിരുന്നു എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ കഴിയില്ലല്ലോ വി ഡി സതീഷിന്. പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പറയുന്നത് ഇത്തരമൊരു പരാതി പോലെ തൻ്റെ അടുത്ത് ഇത്തരത്തിൽ സന്ദേശങ്ങൾ അയച്ചു എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ എത്തിയിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി തൻ്റെ മണ്ഡലത്തിലുള്ള ആളാണ്, അതിനാൽ തന്നെ ആ വിഷയത്തിൽ ഇടപെട്ട് എങ്ങനെയാണോ ആ വിഷയം പരിഹരിക്കേണ്ടത് അത് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ആ വിഷയം പരിഹരിച്ചു എന്നുള്ളതാണ് അന്ന് വി ഡി സതീശൻ പറയുന്നത്. പിന്നീട് ഗൗരവമായുള്ള പരാതിയായി വരുന്നത് അന്നൊരു മെസ്സേജ് അയച്ചു എന്നുള്ള പരാതിയായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഗൗരവമുള്ള പരാതി ഇന്നിപ്പോൾ വരികയാണ്. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇനിയും സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഗൗരവമുള്ള വിഷയമാണ്. അതിനാൽ തന്നെ കർശനമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ M. വി. ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം നടക്കുന്നു. EP ജയരാജൻ അടക്കം KK ശൈലജ അടക്കമുള്ള ആളുകളുടെ പ്രതികരണം നമ്മൾ നേരത്തെ കണ്ടു. BJPയുടെ നേതാക്കൾ ഒന്നടക്കം ഇന്നലെ മുതൽ തന്നെ രാഹുലിൻ്റെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജി ആവശ്യപ്പെടുന്നു. ഇനിയിപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിലും ഈ രാജി ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ആ വിഷയത്തിൽ ഇടതുപക്ഷത്തിനും ചില പരിമിതികളൊക്കെ ഉണ്ട്. മുകേഷ് MLA ആയി തുടരുന്നു, ശശീന്ദ്രൻ MLA ആയി മന്ത്രിയായി തുടരുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി പാർട്ടി ആവശ്യപ്പെടുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ ഗൗരവം മറ്റൊന്നായി മാറും. എന്തായാലും വാർത്താ സമ്മേളനം ഇപ്പോഴും നടക്കുകയാണ്. മറ്റു പല വിഷയങ്ങളാണ് പാർട്ടി സെക്രട്ടറി ഇപ്പോൾ സംസാരിക്കുന്നത്. അധികം വൈകാതെ തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ചോദ്യവും അതിനുള്ള പ്രതികരണവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവീഷ്.